ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാ മൊഴി കേട്ടാ. സുരഭി 2 ദോശ ഇട്ടുണ്ടോ? അയ്യോ മുന്നിരിക്കല്ലേ, അങ്ങോട്ട് എടുത്തിട്ട് കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി. ഈ സംഗീത കച്ചേരി ഒന്ന് നിർത്തണമായിരുന്നേ. ഈ കൊച്ചമ്മ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു സന്തോഷം രണ്ടുപേരെ മുഖത്തും ഉണ്ട്, അതിൻ്റെതായ ഒരു അഹങ്കാരം. അവളുടെ മുഖത്ത് കുറച്ചധികം കാണുന്നുണ്ടല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കൊച്ചമ്മ രണ്ടുപേർക്ക് നല്ല ഒരു ജോലി ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്. എന്ത് ജോലി? അതായത് വീട് മൊത്തം അടിച്ചു വാരി തൂക്കണം, പിന്നെ മുറ്റവും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിടണം. ഇതൊക്കെ ഞങ്ങൾ ചെയ്യണോ? പിന്നെ അല്ലാതെ ഞാൻ ചെയ്യണോ? കൊച്ചമ്മ ഇവിടെ ഇല്ലാത്തപ്പോ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാന്ന് വിചാരിച്ചല്ലേ? അതിന് നടക്കൂല. കൊച്ചമ്മ ഇവിടെ ഇല്ലാത്തപ്പോ രണ്ടുപേരും വഴക്കൂടുമെന്ന് കൃത്യമായിട്ടും കൊച്ചമ്മയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു പണി തന്നിട്ട് അങ്ങ് പോയത്. അതെ, തമ്മിൽ തല്ലുമ്പോ ഓർക്കണോ ഇങ്ങനെ പണി കിട്ടുമെന്ന്? ആരാടി തമ്മിൽ തല്ലിയേ? നീ അല്ലേ ഞാൻ വെറുതെ ഇരിക്കാൻ നേരത്ത് കുരു ചൊറഞ്ഞോണ്ട് വരിക. പിന്നെ എനിക്ക് അതല്ലേ പണി. നീ അതന്നെ ചെയ്യാ. ഞാൻ ഒരു വഴക്കുണ്ടാക്കാൻ ഞാൻ വരത്തില്ല. പണി എന്നിട്ട് പോയത് കണക്കായി പോയി. എന്താ കണക്കായി പോയത്? ഈശ്വരോ, വഴക്കൂടുന്ന് വിചാരിച്ചിട്ടാണ് ഒരു പണി തന്നിട്ട് പോയത്. ഇപ്പൊ ആ പണി വലിയൊരു പണിയായി. നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു തീരുമാനം എടുക്കും. അപ്പൊ മുത്തോളെന്ത് ചെയ്യും? റെസ്റ്റ് എടുക്കോ? ഞാൻ പാചകം. എന്തൊരു എളുപ്പം. നിങ്ങൾ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ആഹാരം വേണ്ടേ? നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം തീരുമാനിക്കണം. ഒരാൾ അകം പണി, വേറെ ആൾ പുറം പണി. ആരൊക്കെ എന്തൊക്കെ ചെയ്യും? ഞാൻ ആദ്യം പറഞ്ഞു ഇല്ല. തല വീഴണമെങ്കിൽ സുരഭിക്ക്, വാല് വീഴണമെങ്കിൽ ലക്ഷ്മി. എനിക്ക് തല മതി. തല ഇത് തലക്കറി വെക്കല്ല. ശരി സമ്മതിച്ച്. തല വീണ് കഴിഞ്ഞാൽ ലക്ഷ്മി കുഞ്ഞിന്, വാല് വീണ് കഴിഞ്ഞാൽ സുരഭിക്ക്. അവക്ക് ഇച്ചിരി പാല് കൂടുതലാണ്. അയ്യോ, ഈ ഊളക്കമ്പടി പറയാനാണ് തലയെടുത്തത്. ഇടയ്ക്ക് ഞാനും ഊളക്കമ്പടി അടിക്കട്ടെ, നിനക്ക് മാത്രം അടിച്ചാൽ മതിയോ? ഇടാൻ പോവേണേ, രണ്ടുപേരും കണ്ടോണം. കുറച്ച് മുന്നോട്ടൊന്ന് നിങ്ങള് കള്ളക്കളി കാണിക്കും. ഞാൻ സമ്മതിക്കത്തില്ല. പറ്റൂല. കഴിച്ചിട്ട് നോക്കാം. എന്റെ പൊന്നോ, പെണ്ണുപിള്ളേ പോയി ചൂലെടുത്ത് ജോലി ചെയ്യാൻ നോക്ക്. പെണ്ണുപിള്ള നിന്റെ അമ്മ തന്നെ കാര്യമായി പോയി. വല്ലാത്തൊരു പണിയായി പോയമ്മേ. അമ്മ ഇന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സൂചിച്ചിരിക്കാന്ന് കരുതിയതാ. അപ്പോണ്ട് 8ന്റെ പണി തന്നിട്ടാണ് അമ്മ പോയത്. സുരഭിയോ? അവള് കൊണ്ട് AC റൂമിനകത്ത് ഇരുന്ന് സൂചിച്ച് പണി ചെയ്യാം. അമ്മയുടെ കുരുട്ട് ബുദ്ധിയിൽ എന്തേലും ഒരു വഴി പറഞ്ഞു അമ്മേ, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ ചെയ്താ മതിയാ? ഓ, എന്റെ ചക്കരമ്മ. ഓക്കെ, ബൈ. നാശം പിടിക്കാൻ ആരും കാണുന്നില്ലല്ലോ. മണിക്കൂർ ഒന്നായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒരാൾ ചത്ത് കിടന്ന പോലും അറിയില്ലേ. മഴയും വരുന്നുണ്ടല്ലോ. ഓ, അമ്മയുടെ ഒരു ഒടുക്കത്തെ ഐഡിയ. എപ്പോഴും പണി വാങ്ങിച്ചു കൂട്ടുന്ന. ആരെങ്കിലും കാണുന്നിടത്ത് പോയി കിടക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.